അല്ലൊരു ഇനി ഇത് മൊത്തം സെറ്റായാൽ തന്നെ പെരന്റെ വൃത്തിയായിട്ട് കാണാം. അങ്ങനെ ഗായ്സ് നമ്മളിവിടെ തറവാട്ടിലെത്തിയിട്ടുണ്ട്. തറവാട്ടിന്റെ മതിലുണ്ടെങ്കില് ഇവിടെ ഇപ്പൊ നിങ്ങളെ അതിർത്തി ഇതൊക്കെ തിരിച്ചു അല്ലേ? 15 സെന്റ് നിങ്ങള് ഓരോരുത്തർക്ക് ഓരി വെച്ച് കൊടുത്തു. ഏതൊക്കെ ചായ വെള്ളത്തിൽ കുടിക്കണോ? ഒന്നുമില്ല ഇവിടെ. നല്ല മനുഷ്യന്മാരാണ്. പറയാനുള്ളത് പറയുന്നവരാണ്. അൻഷിഫ് മുനികലാൻഡ് Damaha family vlog entertainer. It's coming so I will share my best. Shed it guys. തുണിയെടുക്കട്ടെ കുട്ടിക്ക്. എന്താ കിട്ടലില്ലേ? ഞാനാണ് തീരുമാനിച്ചു. പിന്നെ ആരാ തീരുമാനിച്ചില്ല ഇവിടെ? നമ്മളെ തണ്ടാരടാ. എന്ത് ചേർന്ന് രാവിലെ തന്നെ ചിക്കൻ എത്ര ഉണ്ട്? 3 കീസ് ഉണ്ട് അവിടെ. ഏതൊക്കെ ഒന്നും കൂടി അല്ല അവിടെ ഇനിയുണ്ട്. ഞാൻ പെരിയിലൊരു പണിയെടുക്കല് പറയുന്ന ചില തെണ്ടികളുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് ആ സൈഡിലും ഉണ്ട് ഒക്കെ. എന്നാള് നിങ്ങള് ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നില്ലേ? അവിടുന്ന് ആ ഇന്നലെ വന്നിരുന്നു. കൊണ്ടേ കമ്പനി ഗവൺമെന്റ് തന്നെയല്ലേ? ഇതിപ്പോ എത്ര ഇഷ്ടം? അതിപ്പോ 1 മാസം. വണ്ടർഫുൾ വണ്ടൂരിന്റെ വണ്ടിയാട്ടോ വരുന്നത്. വണ്ടിയിലാകെ 4 ആക്കുള്ളൂ. കയറിയപ്പോ തന്നെ അത് ഫുള്ളായി. ചായ വെള്ളത്തിൽ കുടിക്കണോ? ഒന്നുമില്ല ഇവിടെ. നല്ല മനുഷ്യന്മാരാണ്. ചിക്കൻ ഇല്ലടെ ചോദിച്ചാ നിങ്ങളെ അവിടുത്തെ റംബൂട്ടാൻ പറിച്ചിരുന്നു. എന്റെ ഇബ്രു കണ്ടച്ചീന റംബൂട്ടാൻ കാണാനില്ല. ഇപ്പച്ചി തിന്നിക്കാണ് പറഞ്ഞു എന്നോട്. ഇവിടെ എവിടെയോ ഒന്നുണ്ടായിരുന്നു. ഇവിടെ എവിടെയോ പക്ഷെ കാണാല്ലോ. അവിടെ കല്ലുത്തി കാലുമ. ഇവിടെ ഉണ്ട്. ഇത് അബ്രുവിന്, ഇത് ഇബ്രുവിന്, ഇത് ജിബ്രാന്. ഞാൻ ആ കൊലച്ച് അത് ആ കൊലയില്ല. എനിക്ക് അപ്പുറത്തൊരു വാഴക്കൊല ഉണ്ടായത്. പിന്നെ അതെനിക്ക് നിങ്ങളത് കഴിഞ്ഞ് നിങ്ങള് തിന്നിയില്ലേ? നിങ്ങളാണ് ഇവിടുന്ന് ഫസ്റ്റത്തെ റംബൂട്ടാൻ തന്നത്. വാട്ടീസ് കുഞ്ഞോളെ, എന്താണിത് കുഞ്ഞോളെ? നിങ്ങളാണ് നിന്നത്.
ഞാനൊന്നും തിന്നിട്ടും കൂടിയില്ല. ഇബ്രൂനാണ് ഇനി അടുത്തത് ഇബ്രൂനാണ്. അത് നല്ലിപ്പൂവായി നിന്നും ഒളിമങ്ങാനങ്ങളെ ഔഫൽ ഇങ്ങനെയല്ലേ ക്യാമറ പിടിച്ച ഇവിടെ ഇങ്ങനെ വെക്കോ വീഡിയോ എടുക്കണ്ടെന്ന് അറിയണ്ടാവില്ല. പക്ഷെ ഫോണിലാക്കാരാ കാണുന്നവർക്ക് അറിയില്ല ഇത് റെക്കോർഡാണ്. ഞാനൊക്കെ പിന്നെ ഓലെ ചെറിയിക്കണ്ട് ചെല്ലും ഇങ്ങനെ. ആ പല്ലാട്ടിക്ക് ജിബ്രാൻ എന്താണ് പറയാനുള്ളത്? ആ പറഞ്ഞോളാം. ജിബ്രാൻ ഇങ്ങനെ പറയാൻ വേണ്ടി അത് പിന്നെ പറയൂ ഉമ്മ പറയൂ. എന്താണ് നിങ്ങൾ കുഞ്ഞോളോട് ഇങ്ങനെ പെരുമാറിയത്? അപ്പം അതായിന് ഞാൻ അപ്പൊ ഞാൻ പിന്നെ കുഞ്ഞോളെ എന്താണ് ഇമ്മ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അതിപ്പോ അതിനെ അറിയുമ്പോൾ ചിഞ്ചോ ഇതെന്ത് ഇങ്ങനെ വളർത്തുന്നത് ചാക്കല്ലടി ചച്ചേ എന്ന് പറയൂ എന്ന് നിങ്ങൾ കരുതും. പക്ഷെ അങ്ങനെയല്ല, പറയാനുള്ളത് പറയുന്നവരാണ് അൻഷിഫ് മുനികലാൻഡേ. The Maha Family Vlog Entertainer. It's coming soon. I'll show my best. I'll show my best. ഷെഡിട്ടില്ല guys. തുണിയെടുക്കട്ടെ. ബട്ട് ട്രൗസർ നിർബന്ധ്. ഓക്കെ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാലോ ഞാൻ ഷെഡ് ഇടലില്ല. സോറി കേട്ടോ. തുണിയാകുമ്പോ നമുക്ക് ഒരു ട്രൗസർ തുണി എന്നിട്ട് ഇങ്ങനെ മാടിപ്പൊന്നിച്ച ഇങ്ങനെ നടന്നാലേ പുറത്ത് നമ്മള് ഫുള്ള് ഫോർമൽ ഡ്രസ്. ഇൻസൈഡ് ജീൻ, ബ്ലൂ ടീഷർട്ട്, റെഡ് ടീഷർട്ട്, യെല്ലോ ടീഷർട്ട്, അങ്ങനെ 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 ഒട്ടനവധി ഡ്രസ്സുകൾ അല്ലേ? This is our new baby of Anganwadi. Anganwadi is new baby. അംഗനവാടിക്ക് ഇന്ന് റംബുട്ടാനുണ്ടല്ലോ. ഏതൊരു കുട്ടി റംബുട്ടാൻ കൊണ്ടുവന്നിക്കണെന്ന്. നഷ്ടായി, ജിബ്രാന് നഷ്ടായി. ജിബ്രാനോട് ഞാൻ പോയപ്പോ ഇക്കോന്ന് പറഞ്ഞതാണ്. പൊട്ട എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളേക്ക് അംഗനവാടിക്ക്. അല്ല നിങ്ങളൊന്നും പഠിച്ചുകൊണ്ട് എന്തായാലും ഒരു നിലയിലെത്തൂല. ഇപ്പൊ ഈ കുട്ടികളുണ്ടാകണം. നിങ്ങൾ ഈ വളരുന്ന ടൈമിൽ എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ ഇപ്പച്ചക്ക് ഉണ്ടാവുള്ളൂ. ഉപ്പുമാവായിട്ടും കടലയായിട്ടും എന്താ നെയ്ച്ചോറ്, ബിരിയാണി, സ്കൂളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ, സ്വാതന്ത്ര്യദിനത്തിൽ നിന്ന് കിട്ടുന്ന പതാക, ഇതൊക്കെ ഉള്ളു ഇപ്പച്ചിന്റെ ലാഭം. അത് നിങ്ങള് ലീവ് എടുത്താണ്ട് നടന്ന പച്ചി കൊണ്ടുവന്ന് കൊടുക്കണ നഴ്സറിക്ക് ഓല് പോകുമ്പോ കൊടുക്കാനേ. അല്ലാതെ ആരാന്റെ വാപ്പക്കാര് ഓല കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തത് പുതിയ ചുത്രക്കങ്ങള്. അത് നഷ്ടല്ലേ നമുക്ക്. നമ്മൾ അങ്ങോട്ട് വാങ്ങി കൊടുക്കരുതേ. നമ്മളെ കൈക്കൂട്ടുന്നതായി പോലെ നമ്മളെ വളപ്പിക്ക് ഓക്കെ. അതാണ് നമ്മളെ ക്യാരക്ടർ. ബാങ്ക് കൊടുക്കുന്നു കേട്ടോ കൈസേ. പള്ളി പോയല്ലേ. ഓക്കെ കഴിഞ്ഞോളെ. ഓക്കെ ഗായ്സ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. കഴിഞ്ഞോളെ ഞങ്ങളല്ല, അയാമ് ഞാന് അല്ലേ. അപ്പം ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ തന്നെയാണ്. നമ്മളവിടെ കൂടുതൽ ചിക്കനാണ് നമ്മൾ കഴിക്കല്. കാരണം ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മീനിലൊക്കെ ഭയങ്കര കെമിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമാണ്, ട്രോളിങ്ങും പിന്നെ പഴക്കമുള്ള മീൻ. അപ്പം നമ്മൾ കൂടുതൽ ചിക്കനാണ് കഴിക്കലില്ല ജിബ്രാനെ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നിങ്ങൾക്ക് സജഷൻ ചെയ്യുകയാണെങ്കിൽ ചിക്കന് ചെയ്യുള്ളൂ. കാരണം ചിക്കൻ എന്താ വെച്ചാൽ പ്രോട്ടീനാണ്. ജിമ്മിനൊക്കെ പോകുന്നവരോട് ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറയുക ചിക്കനാണ്. പിന്നെ അതേപോലെ നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ഇതൊക്കെ ഒതുങ്ങുന്ന സാധനമാണ് ചിക്കൻ. അതുകൊണ്ടാണ് ചിക്കൻ കഴിക്കാൻ പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ ഞാൻ വെറുതെ എന്തെങ്കിലുമാണ് പറയല്ല കുഞ്ഞോളെ. അത് പറഞ്ഞ് മനസ്സിലാക്കി സബ്സ്ക്രൈബേഴ്സിന്. അത് പിന്നെ ഇവിടെ അങ്ങനെയൊക്കെ അറിയാലോ, ഒരു മടിയെത്തിയാണ്. ഫോണുമ്മ കഴിച്ചാൽ അങ്ങനെ ഇരിക്കും. ഇവിടെ കുട്ടികളെ നോക്കൂല, ചോറിന് കറി ഉണ്ടാക്കൂല. ഇന്നിപ്പോൾ ചമ്മന്തി ഉണ്ടാക്കി തരാറിനി ചീനാപ്പറങ്ങി. എല്ലാം ഞാൻ ചെയ്ത നെച്ചട അരച്ചാൽ പോരെ. പിന്നെ അപ്പം മിക്സി കിട്ടാണ്ട് ഒന്ന് സ്വിച്ച് ഇടാനപ്പോൾ അത്ര വലിയ റിസ്ക്. സ്വിച്ച് വേണ്ട, ആ മിക്സിക്ക് ഇട്ടു ഞാൻ സ്വിച്ച് ഇടാം. അപ്പം കേസ് ഇത് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇനി കൊതി കൂടരുത്, അല്ലെങ്കിൽ വയറ് ചാടിയില്ല. നിങ്ങൾ കൊതി കൂടിയാണ് വയറ് വീർത്താലേ അത് കൊളാവും. ഓക്കെ ഗായ്സ്, ഇടാനായോ? ഗായ്സ്, നമ്മുടെ ഇബ്രും അബ്രും സ്കൂള് വിട്ട് വരുന്നുണ്ട് ഗായ്സ്. എടാ ഫോണ് പിടിച്ച
മക്കളെ എന്താണ് എന്താ ചുണ്ടുമേ കളർ വെച്ചില്ല മീശ ചിനജി അവിടെ എന്താ എന്തേലും തിന്നീന്നോ കളറിൽ എന്തെങ്കിലും തിന്നീനോ എന്തോ ഒരു ചുണ്ട് ഇങ്ങനെ ഉള്ളിക്ക് പോകുമല്ലോ നമ്മളിങ്ങനെ അല്ല അതിന്റെ ഉള്ളിക്കേ അമർത്തി എന്നിട്ട് ബോട്ടിൽ ഇങ്ങനെ നിർത്തി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു അങ്ങനെ ചോര കല്ലച്ചു അനക്ക് എന്താ ഉള്ളത് അനക്ക് എന്തെങ്കിലും പറ്റിക്കണോ ചുണ്ടുള്ളിലാക്കാരതിന്റെ ചില്ലറ റിസ്ക് ഒന്നല്ലല്ലോ അപ്പൊ ഇതിന് സാധാ പോലെ വെള്ളം കിട്ടൂല അങ്ങനെ കുടിച്ചാ കിട്ടൂല ഓവറൊന്നും ഓളെങ്ങാണ്ടേ ചൂണ്ട് കടത്താൻ നിക്കട്ടോ അതിന്റെ ഈ കിറ്റ് വാങ്ങി പിടിച്ചാണീ ഓല കിറ്റ് ബാ പാടുണ്ടല്ലോ ചില്ലറ ഇതൊന്നും അല്ലല്ലോ നിങ്ങൾക്കുണ്ട് അല്ലേ ഓരോരോ മാണ്ടാത്തരങ്ങള് അല്ലേ അവതാ അടക്ക് കുറച്ച് ക്ലാസ് എടുത്തിട്ട് ഇവിടെ വാ ആ ചാറ്റലിൽ ഉള്ളിൽ കണ്ണടക്കി കാര്യം ഞാൻ ഒറ്റ മാടിപ്പൊന്നിച്ചിട്ടേക്ക് സന്ധി കാണാനാണ് അല്ലേ അതൊന്നും പുത്തരിയല്ല അതൊന്നും ഓനക്ക് വലിയ പുത്തരിയല്ല അങ്ങനെ കേസ് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഈ വീട്ടിൽ കഴിയുന്ന എല്ലാ കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം ഞങ്ങൾ അങ്ങനെയാണ് ഓരോ കൊണ്ടുനടക്കുന്നത് ഓർക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഓർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓരോന്നും ഞാൻ നേടി വാങ്ങി കൊടുക്കും കാരണം ഓല് എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടമുള്ളത് പറടാ ഇഷ്ടമുള്ളത് എന്തെങ്കിലും പറ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാവണുള്ളടാ അതൊന്നല്ല എടി വന്ന ആയോ ആയില്ല എന്റെ കുട്ടികൾക്ക് ഓരോന്ന് കൊടുത്തിട്ടുള്ള ആരോ വെള്ളം കൊണ്ടുപോയിട്ടാണ് എന്റെ കുട്ടിക്കാണ് ഇത് ഇബ്രു കുട്ടിക്ക് അതിലേറെ ചോക്കും അത് ജിബ്രാനും വേണ്ടേ അതല്ല അവിടെ കൊലമ്മലുണ്ട് പൈത്തതൊന്ന് ചായ കിട്ടിയോ ആട്ടോ ഔതൻ്റെത് വല്ലാതെ ആയിട്ടില്ല ആട്ടോ കിട്ടിയോക്കോ ഒക്കെ പറിച്ചല്ലോ ജിബ്രാനുള്ള രണ്ടെണ്ണം ഒക്കെ പറിച്ചിട്ടണേ ഞാൻ തിന്നിട്ടില്ലേ പക്ഷെ ഇതിലേറെ പൈത്തതില്ലെന്നാണ് ഇപ്പിച്ചറിയട്ടെ കുട്ടികളെ രസേ ഇപ്പച്ചാണ് ആദ്യം അതിന്റെ രസം മാറാനൊക്കെ ഉണ്ടാവും കടിച്ചുമ്പോ ശ്രദ്ധിച്ചോളി മഴ പെയ്യുന്നുണ്ട് തൊള്ളോടാക്കിയാണ്ട് വെറുതെ മറ്റേ ബ്രൂണ്ടിയില് കയമ്പുണ്ടാവും ചെലപ്പോ ബ്രൂണ്ടീത്തെ ഇട്ടത് ഇങ്ങോട്ട് പോരെ കാക്കുള്ളു കേറിക്കോ കത്തോട് മുറിച്ചിരുന്നിട്ട് കുരുലാത്ത അമ്പയങ്ങ മധുരം ഉണ്ടാക്കും സത്യം പറ ഒന്നും പറയാനില്ല പിന്നെ റംബൂട്ടാനൊക്കെ തിന്നാനൊരു യോഗ്യത ഉണ്ട് വലിയ യോഗ്യത എന്താ അറിയോ പൊളിച്ചാൻ കഴിയാന്നുള്ളതാണ് എന്റെ യോഗ്യത മനസ്സിലായോ ഹൗ ഇസ് ഇറ്റ് ഗുഡ് ഗുഡ് അങ്ങനെയല്ല ഫുള്ളായിട്ട് പൊളിച്ചിരുന്നതാ ഇങ്ങോട്ട് കേറി വലിയൊരാള് ബ്ലോഗ് എടുക്കലായിരുത്തി അല്ലേ പെറ്റിനെ എവിടെ ഇവിടെ കളി ഇബ്രാഹിമേ ഓള് വലിയൊരു ബ്ലോഗ് എടുക്കലായിരുത്തിയേ അല്ല തള്ളേ എന്ത് ഉറക്ക ചോദിച്ചേ ഉറക്ക ചോദിക്കടാ അത് കേട്ടത് റസിദ മാണോ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബേഴ്സല്ല എന്നാ വിട്ടോ കുപ്പായിടാതെ കളിത്താനും കണ്ട ഓക്കെ മധുരത്തിന് കുറവൊന്നും ഉണ്ടാവില്ല ഞാൻ കുഴിച്ചിട്ടല്ലേ അല്ലേ അബ്രോ എന്ത് ആ
ഈ ഒലക്കാന്നുള്ള വാക്ക് ഇനി പറഞ്ഞാൽ എന്റെ ചെറുക്കിനൊന്ന് കിട്ടുട്ടോ. അപ്പൊ തന്നെ പറഞ്ഞാ പറഞ്ഞു കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ. സോറി എന്നാ ഞാൻ പറയണീക്ക് കൂട്ടിക്കാട്ടോ. ഇനി എപ്പോഴേലും ജോലക്ക പറയുകയാണെങ്കിൽ അത് അതിൽ കൂട്ടാം. ഓക്കെ ലജിബ? ആ ഞാനും പറയില്ല. ജയ് ഈ ബാഗ് കൊണ്ടൊന്നും ഉള്ളിൽ കയറിക്ക. ആ ബുക്ക് കാണാൻ വെള്ളം. ആ സന്ധ്യയും പറയില്ല. ജയ് ആ ബാഗ് ഒന്ന് അടച്ചാ അതിക്കൊക്കെ വെള്ളം കയറുന്നുണ്ട്. അൻപിട്ടേനിയാ എന്താ കിട്ടലില്ലേ? അതെന്താ അങ്ങനെ ആയതപ്പോ തന്നെ? ജിബ മഴയത്ത് എങ്ങനെയാണ് ഗൈസ് പോവാ? എന്താ കുഞ്ഞോളെ തീരെ മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കുന്നത്? ഇതിന് പോവുമല്ലോ കാരംബോർഡ് കളിക്കാൻ. കണ്ണുക്കാല് പൊട്ടിച്ചുട്ടേന് അന്തല്ലാതെ എന്താ കാട്ട് ഗൈസ്. പെരും മഴയത്ത് നോക്കാണ് സോപ്പും കൊണ്ടിട്ട് പോക്ക കുളിച്ചാനേ. സ്കൂളിട്ട് വന്നാല പണി ഇതാ. ആദ്യം ചെയ്യാ പൈപ്പുമ്പോ പോയി ചെറിയ പോന്നാലേ വയറിളകും. ഇവിടെ ഒരുത്തി കണ്ടില്ല നിങ്ങള് ചോറുന്ന കുട്ടികളാദ്യം മഴയത്ത് ചാടിയിട്ടേ വല്ലാത്തൊരു സാധനം. എന്നെ കൊണ്ട് തന്നെ ഇതൊക്കെ കഴിയുള്ളൂ റാഷിദ. അതല്ല ഇത് കണ്ട് നിക്കണ്ടല്ലോ ഗ്യാസ് അല്ലേ? ഈ കുപ്പിയിലും ഇതിലും വെള്ളം നിറച്ചു കാണ്ടോ ഈ മഴയത്ത് ഈ വെള്ളത്തിൽ കുത്തിരുന്നത് സോപ്പൊക്കെ ആയിട്ടാണ് പോ നിൽക്കണം ഓരോരുത്തര്. ഇതുമ തട്ടിച്ച കുഞ്ഞു നോക്കിക്കോ. അല്ലേ ഇതൊക്കെ ഒറ്റ ഇത് ഭയങ്കര കോഴ്സൊക്കെ എടുത്ത് ചെയ്യാനുള്ള കാര്യല്ലേ ഇപ്പൊ. അതിന് എന്റെ സോപ്പ് പറയാണ്ട് തൊള്ളിയിലാണ് സോപ്പ് മൊത്തം. അതുകൊണ്ടേ കളഞ്ഞാദ്യോ കോസ്റ്റ്യൂമാണ് മെയിൻ കേട്ടോ. അതായത് ടീഷർട്ട് ഇൻസൈഡ് ചെയ്തിട്ട് താഴത്ത് കൂടെ ഷെഡിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എത്തി. അങ്ങനെ ഗായ്സ് നമ്മളിവിടെ തറവാട്ടിലെത്തിയിട്ടുണ്ട്. തറവാട്ടിന്റെ മതിലുണ്ടെങ്കില് ഫുള്ള് സെറ്റപ്പ് ആയിട്ടോ. ഹൈറ്റ് നോക്കികള് കാണൂല. റോട്ടിക്കട് പോണവർക്കൊന്നും നമ്മളെ കാണൂല കേട്ടോ. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൈപ്പൊക്കെ ഉള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പൈപ്പ് കഴിക്കാറില്ലല്ലേ അതിന്. ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ ഗായ്സ് അവിടെ. എന്താ നിങ്ങൾ വെച്ച് ഒന്നും പറയാല്ല. സൂപ്പർ ആയിക്കണേ. ഇനി എന്ത് ചെയ്യണം അറിയോ? ഇത് ഫുള്ള് ഒറ്റ ലെവലാക്കുക. അത് നിരത്തിയിട്ട് മെറ്റലോ ഇന്റർലോക്കോ എന്തെങ്കിലും ഇടുക. ഇന്റർലോക്ക് ഇടണം. അപ്പോഴുള്ളൊരു വൃത്തി ഉണ്ടാവും. ഇല്ലനായ ഇന്റർലോക്ക് ഇട്ടാലൊരു വൃത്തി ആവുള്ളൂ ഇതിന്. അതെന്തേ ഓന് പണിണ്ടല്ലോ. അതിനൊരു 2 പണിട്ട് അപ്പ ടൂർ പോകുകയല്ലേ. അത് എനിക്കൊന്നുമില്ലല്ലോ. ഇത് പണിക്കാര് അവിടെ എത്ര പൊക്കണം. ഇത് ഞാൻ വിളിച്ചുമ്പോ ബിസി അല്ലെങ്കിൽ കിട്ടൂല, റേഞ്ച് കിട്ടൂല. എന്നിട്ട് പിന്നെ ഇത് കൊറേ നേരം കാത്തിക്കണം. അത് എത്ര പൊക്കണം. ഇപ്പൊ ഇവിടെ ഉണ്ടാവൂല. അതിന് ഇപ്പൊ പറഞ്ഞാല് ഓനോട് വിളിച്ച് ചോദിച്ചാൻ പറയാ അയാള്. അനുവിനോട് വിളിച്ചാണ്. അനു എന്തൊക്കെയോ പറഞ്ഞാണ്ട് കാട്ടിക്കൊടുത്തൊക്കെ പോയിക്കോളെ. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ വിളിച്ചു. എന്നിട്ട് ഇത് വിളിച്ചാലും കിട്ടൂല, കാക്കാനും കിട്ടൂല. ഇപ്പാക്ക് ഒരു അഭിപ്രായമില്ല. ഇപ്പാക്ക് ഓൻ പറയണ മാതിരി എന്തായാലും പേരും ഹൈറ്റ് ആയപ്പോ ഇപ്പൊ പുറത്തുനിന്ന് കാണൂലേ. മറ്റുമ്പോഴേ വലിയമാക്ക് അടിച്ചിക്കണ്. അവിടേക്ക് പാളി വെക്കാൻ നിക്കണം. അയൽവാസികളെ മാതിരി ഇപ്പൊ നിങ്ങളെ മാതിരിയാക്കിപ്പോ ഞങ്ങൾ നിങ്ങളെ അയൽവാസികളെ അതിന് അയൽവാസികളെ ഞങ്ങള് കാണാക്കാൻ വേണ്ടിട്ടല്ല. നമ്മള് വ്ലോഗ് എടുക്കുമ്പോ ഞോൽക്കൊരു ബുദ്ധിമുട്ടാണ്ട് എഴുതിയിട്ടാണ്. നമ്മളതിന്റെ ഉള്ളിൽ തന്നെ ക്യാമറ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിരത്തിയ നാട്ടുകാരൊക്കെ പെടുത്തിയാല്
എല്ലായിടത്തും ഞാൻ അങ്ങനെ ആക്കണം എന്നാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. ഇതേതാ പാട്ട്? പിന്നെ അയലോകത്തൊക്കെ ഇങ്ങനെ പാളിയൊക്കെ അല്ലേ വേണ്ടി, ഇടക്കയിലൊക്കെ ഒന്ന് പോയി വർത്താൻ അറിയാൻ വേണ്ടി. പൈപ്പില്ലേ റാത്താട്ടെ ലജോ ഏ അല്ലൊരു ഇനി ഇത് മൊത്തം സെറ്റായാൽ തന്നെ പെരന്റെ വൃത്തിയായിട്ട് കാണാം. നല്ലൊരു മിറ്റം എന്നാ ചെഞ്ചോന് മിറ്റം അടിച്ചു വരുമാണ് ഇന്റർലോക്ക് ഇട്ടാൽ. അടിച്ചു വരും വേണ്ട, തുടക്കം വേണ്ട, ഒന്നും ചെയ്യണ്ടല്ലേ. ആരും ഒന്നും പറയില്ല. ഇത് ഇനി ഹറമിന്റെ പണി തീർക്കാത്ത കൊണ്ടടക്കണ മാതിരി കൊണ്ടടക്കും. നിങ്ങൾ അടിച്ചു വരാൻ മടിച്ചിട്ട് മരക്കഷ്ണങ്ങളൊക്കെ ഇവിടെ പൂന്തടീന് കൊറേ മരത്തിന്റെ കമ്പൊക്കെ ഇട്ടിക്കല്ലേ ഇവിടെ വൃത്തിയാക്കിയാലേ അവിടെ അടിച്ചോരിട്ട് കാര്യമുള്ളൂ. അങ്ങനെ വണ്ടി അതിന് മെറ്റലൊക്കെ ഇട്ട് സെറ്റാക്കിയാൽ മതി. അതൊക്കെ ഒഴിവാക്കുക. ആമീൻ. ഞാൻ തോർക്കട്ടെ കേട്ടോ. എന്താക്കി ഇത് ഒരു വിലല്ല. ഞാൻ പോകട്ടാ. ഞാൻ വെറുതെ ഇറങ്ങിയതാ. ഇങ്ങോട്ടായിട്ട് വന്നല്ലേ. ഞാന് വെറുതെ ഇങ്ങനെ പോന്നപ്പോ മതിലിങ്ങനെ കണ്ടപ്പോ നിർത്തിയത്. ഞാൻ ഇപ്പൊ മിഞ്ഞാന്നല്ലേ ഇവിടുന്ന് പോയത്. ഇന്നലെ നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഏതാ തോന്നാ സത്യതാ. ആദ്യം കൂടെ സ്കൂൾ ബസ്സൊക്കെ വരുമ്പോഴും മാറ്റല്ലേ. വണ്ടികളൊക്കെ ഇനി ഇവിടേക്ക് എത്തിയാലും കാണുള്ളൂ. വണ്ടികളൊക്കെ ഇതല്ലേ കെട്ടിക്കണല്ലോ. അല്ലേലും കുറച്ച് മരങ്ങൾ മതി, കുറച്ച് മരങ്ങൾ മതി. പിന്നെന്താ പറയാ, മുറ്റം വൃത്തിയാക്കിയതിന് ഈ മരങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല രസം ഉണ്ടാവും. ഇങ്ങനെ മണ്ണ് വൃത്തിയായി കിടക്കുമ്പോഴാണ് ഇത് ബോറ്. നേരെ കുറച്ച് ഇന്റർലോക്കിന് ഇങ്ങനെ ചെറിയ കെട്ട് എന്തേലും റിങ് എന്തേലും ഒക്കെ ഇങ്ങനെ വെച്ച് ചെറിയതൊക്കെ എടുക്കാല. വലിയ 2-3 നിർത്തിയിട്ട് ചെറുതൊക്കെ കളഞ്ഞിട്ട് വലുതിന് എന്ത് ചെയ്യാ, വെട്ടലോണ്ട് കെട്ടിക്കൊടുക്കാൻ പറയാ. എന്നിട്ട് കല്ലിട്ടാല് ഓ ഞാൻ നനച്ചു കൊടുക്കാൻ ഞാൻ വരും. ഇവിടെ ഇങ്ങോട്ടുള്ള മിറ്റം അവിടുന്ന് അങ്ങോട്ട് തൊടുക്കുകയാണ് പറഞ്ഞത്. ഇപ്പൊക്കെ മാണ്ടിയതൊക്കെ കുഴിച്ചിട്ടുള്ള ഏതുവരെയാണ് മിറ്റം? ആ കിണറിന്റെ അതിലെങ്ങനെ ഒരു കെട്ടി വരും. എന്നിട്ട് അപ്പുറത്തേക്ക് ഇപ്പൊക്കെ എന്തുണ്ടാക്കാം. ഇവിടെ ഇപ്പൊ നിങ്ങളെ അതിർത്തി ഇതൊക്കെ തിരിച്ചു അല്ലേ? 15 സെന്റ് നിങ്ങള് ഓരോരുത്തർക്ക് ഓരി വെച്ച് കൊടുത്തു. ഏതായാലും ഇനി ഇതൊക്കെ വടിയും മുക്കിടിയൊക്കെ വലിച്ചേർന്ന ആദ്യം എടുത്താണ്ട് ഇതൊക്കെ. എന്നിട്ട് കല്ലിടുകയാണെങ്കിൽ ആ ഫുള്ള് മാറ്റേണ്ടി വരുമല്ലോ. ഒരേ കല്ലിടണില്ലേ? വാട്ടർ ലെവലാക്കണം. വാട്ടർ ലെവൽ പിടിക്കണം. കുറച്ച് മണ്ണാണ്ടി വരും ചിലപ്പോ. പോരെ അല്ലെങ്കിൽ എന്തായാലും അംഗൻവാടി കാരനേക്കാത്തേ. ആ ജിബ്രാൻ ഇന്നലെയൊക്കെ മാറ്റി ഒരുങ്ങി നിന്നിട്ടാണ് ഇതാണ് പോയത്. കാരണം കിട്ടാൻ നിക്കാ പോവാതൊക്കെ. ഞാൻ പോട്ടെട്ടോ. അസ്സലാമലൈക്കും. വേണ്ട 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 വേണ്ട. എന്താ കടി ഉണ്ടോ? അല്ല കടി ഉണ്ടെങ്കിൽ കുടിച്ചു.
അങ്ങനെ ഗായ്സ് ഞാൻ തറവാട്ടിൽ നിന്ന് ഒന്ന് കുറച്ചു നേരം ഉറങ്ങിയാണ് നേരെ തറവാട്ടിക്ക് വരേക്ക് വന്നു. അപ്പണ്ട് ഇവിടെ ചിഞ്ചു എന്താ ഉടുമ്പിയ കുഞ്ഞോളെ കുമ്പിടിയ അവിടെ എവിടേക്ക് നേരെ തറവാട്ടിക്ക് പോണേ? ഞാൻ പോയി വന്നു. ഞാൻ തറവാട്ടിൽ ഞാൻ അവിടെ ഉറങ്ങിയായിരുന്നു. നിങ്ങളെ ഈ ഒച്ചമുളി കൊണ്ടേ ഉറക്കം കിട്ടുന്നില്ലേ? അതേപോലെ നല്ല ടീഷർട്ടല്ലോ 3 മണി 4 മണിക്കൊക്കെ നീക്കാണ്ടേ രാത്രി 3 മണിക്ക് അനക്കതിനൊരു ഓരിന്റെ അടുത്തുനിന്ന് ഒരു അമ്മറടി കിട്ടാനയക്കണം കേട്ടോ. വിനായക വന്നിക്കണേ. വിനായക ട്രൗസറൊക്കെ ഇട്ടില്ല. ഡാ നീ ചോദിക്കാതെ ജിബ്രാനെ കുപ്പായിടാതെ അതൊക്കെ നേർക്ക വെക്കാൻ പറ്റല്ലേ? നഗ്നത മറച്ചു വിനായ ഇജെപ്പള പോന്നേ? മൂപ്പാപ്പാനെ കൊണ്ടുവരാതെ നാളെ വെള്ളിയാഴ്ച പള്ളി പോണല്ലോ. ഊതി ഇവര് രണ്ടാളും പോകൂല. ഓക്കെ ഞാനാണ് തീരുമാനിച്ചു. പിന്നെ ആരാ തീരുമാനിച്ചില്ല ഇവിടെ? നിങ്ങളെ തണ്ടാരടാ കയ്യാലോണം വെച്ചേക്കണേ മോനെ നെൽപ്പിക്കടിക്കണ്ടേ. ഇവനെ കുനുഫെല്ലാം വേണ്ടി കുരിപ്പുകാരൻ വേണ്ടി അക്കാ ഒരിപ്പ സാധനം ആക്കണത് വേറൊരു സാധന. അതിന്റെ പരിക്കിപ്പോ എടുക്കൂല്. ആ അത് നിർബന്ധ ലിനായ വന്നിട്ടാണേ. ഒരു ഉമ്മെടുത്തോക്കെ അപ്പൊ ഉമ്മാനോട് കൂടി പോരാൻ പറഞ്ഞു. ഞാൻ പോന്നപ്പോ ഞാൻ ഉമ്മാനോട് ഇറങ്ങി പോരുന്നുണ്ട്. എന്തോ പറഞ്ഞു. ഞാൻ ഉമ്മാനോട് പോയിരുമ്പോ ചായ ആണോ വെച്ച് വേണ്ടായിരുന്നു. ചായയില്ല. അല്ല അല്ല ഉമ്മമാരാത്തെ ഉമ്മാനൊന്നും നിർത്തിപ്പിക്കുന്ന ഞാൻ ഫ്രണ്ട്സ് എന്നാ പറഞ്ഞത് ആദ്യം. സ്കൂളിന്റെ പേര് പറഞ്ഞ സെന്റ് ഫ്രാൻസിസ്